ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് പുതുപ്പള്ളി വടക്കുകരക്കാർ സമർപ്പിക്കുന്ന കോൽ കുതിരയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ചട്ടംകൂട്ടൽ ചടങ്ങ് നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് പുതുപ്പള്ളി വടക്കുകര സമർപ്പിക്കുന്ന കോൽ കുതിരയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചട്ടംകൂട്ടൽ ചടങ്ങ് നടന്നു. വിവിധ ചടങ്ങുകളോടെയാണ് ചട്ടംകൂട്ടൽ നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് 14-ന് ഗണപതി ഹോമം, ഭദ്രദീപ പ്രതിഷ്ഠ, ഭാഗവത പാരായണം, കഞ്ഞിസദ്യ, പാൽപ്പായസ വഴിപാട്, തിരുവാതിര തുടങ്ങിയവ നടക്കും. 15-ന് ഭാഗവത പാരായണം, കഞ്ഞിസദ്യ, പാൽപ്പായസ വഴിപാട്, കുത്തിയോട്ടച്ചൂടും പാട്ടും. 16-ന് ഭാഗവത പാരായണം, കഞ്ഞിസദ്യ, പാൽപ്പായസ വഴിപാട്, നൃത്തമയൂരം, സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ചടങ്ങുകളും പരിപാടികളും നടക്കും. 21-നാണ് അശ്വതി മഹോത്സവം. അന്നാണ് കോൽ കുതിര എഴുന്നള്ളത്. ചടങ്ങുകൾക്ക് ഭാരവാഹികളായ ബി കൃഷ്ണൻകുട്ടി നായർ, ശശിധരൻ ശാലിമാർ, ബിജു കവറാട്ട്, ലാലി ജി കെ, കപിൽദേവ് വി, മഹേന്ദ്രൻ ആർ, രാജശേഖരൻ നായർ, അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. 2026 ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ പുതുപ്പള്ളി വടക്കുകരയുടെ ചട്ടംകൂട്ടൽ കർമ്മമാണ് ഇന്നിവിടെ നടന്നത്. ഇനി 14-ാം തീയതി ഭദ്രദീപം തെളിച്ച് 7 ദിവസത്തെ അന്നദാനവും വായനയും മറ്റുമായി കലാപരിപാടികളുമായി 21-ാം തീയതി അമ്മയ്ക്ക് ഈ കോൽക്കുതിരയെ സമർപ്പിക്കുന്നതാണ്. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ സഹപ്രവർത്തകരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷം വർക്കിംഗ് കമ്മിറ്റിയിൽ വന്ന പുതിയ അംഗങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഈ കോൽക്കുതിരയുടെ നിർമ്മാണം 2012-ലാണ് പൂർത്തീകരിച്ചത്. അതിനുശേഷം എല്ലാ വർഷവും ദേവീ സഹായത്താൽ യാതൊരുവിധ പ്രയാസങ്ങളും കൂടാതെ ഈ പകൽക്കാഴ്ച തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യവും എല്ലാ ആൾക്കാരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി വളരെ നല്ല രീതിയിൽ അശ്വതി മഹോത്സവത്തിൻ്റെ ദിവസം ഇത് തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാ ആൾക്കാരുടെയും എല്ലാവിധമായ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. CDNet ന്യൂസ്, കായംകുളം.